ഹലോ മച്ചന്മാരെ, തുള്ളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നമ്മളെ മറന്നൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ. ഞാനിപ്പോൾ സൗദിയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ വന്ന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം എല്ലാം ഒന്ന് ഒതുങ്ങി തീർന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നമ്മൾ ഈ സൗദിയിലോട്ട് വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. എത്ര ഏജൻ്റ് ഉണ്ടോ എന്തുണ്ടായാലും അവർ പറയുന്നതല്ല നമ്മളിവിടെ വരുമ്പോൾ അനുഭവിക്കുന്നത്. അത് പോട്ടെ, അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അതുടനെ വരുന്നതായിരിക്കും, എല്ലാ തെളിവും കാര്യങ്ങളും എല്ലാം വെച്ച്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ ജോലി എന്താണ്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഹൗസ് ഡ്രൈവറായിട്ടാണ് വന്നത്. ഇതാണ് എൻ്റെ വണ്ടി, അതെൻ്റെ കഫീലിൻ്റെ വണ്ടി. അതായത് വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത് ഇവിടെ കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഒതുങ്ങി തീരുന്നതേ ഉള്ളൂ. അത് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മളെ ഏജൻറ്റ് വഴിയല്ല, നമ്മളൊരാളെ വിശ്വസിച്ച് നമ്മൾ കയറി വന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആൾ കാലുമാറി. ആളെൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് ഞാൻ വിശദമായിട്ട് കാര്യം പറഞ്ഞുതരാം. നമ്മളെല്ലാവരെയും പറഞ്ഞു പറ്റിക്കുമായിരുന്നു. പറഞ്ഞ കാര്യമല്ല ഇവിടെ വന്നപ്പോൾ സംഭവിച്ചത്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. അതെല്ലാം കേട്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടുപോയി വെളിയിലോട്ട് എവിടെ പോയാലും കയറി പോകാം. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ എപ്പോഴും വെളിയിലോട്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ല, നമുക്ക് സ്വന്തമായിട്ട് വണ്ടി എടുത്തോട്ട്. അത് കാരണം എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടേക്ക് പോകുന്നോ അവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇത് ചെറിയൊരു വീഡിയോ ആണ്, എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മളിവിടെ ഒരു കടയിൽ പോവുകയാണ്. നമ്മുടെ മലയാളി ഹോട്ടലിൽ തന്നെ. ഇപ്പോൾ ദോശ മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ചേട്ടനുണ്ട്, ചേട്ടനോടെ വെളി ഇറങ്ങി നിൽക്കാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാകുമെന്ന് പറയത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ദൈവം തന്നൊരു ഭാഗ്യമാണ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ റൂം. വരുന്നില്ലല്ലോ. വാ, ടൈമില്ല. വാ പോകുമ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചേട്ടൻ. അന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. നീ പറഞ്ഞതാ അന്ന് നമ്മളെല്ലാം ഒരു നാട്ടുകാരാണ്. ആലപ്പുഴ. അൻ്റെ വീട് അമ്പലപ്പുഴ അല്ലേ? അമ്പലപ്പുഴ. ഞങ്ങൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. പറഞ്ഞില്ലേ മലയാളിയുടെ കട. ഓക്കെ, ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മലയാളിക്കട. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് സാധനം മേടിക്കാൻ വേണ്ടി. നമ്മളിവിടെ വണ്ടിക്കകത്തിരിക്കുന്നു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ ഇട്ടിട്ട് പോയ പെറ്റിയാണ്. വെറുതെ ശമ്പളത്തിൽ നിന്ന് പൈസ എല്ലാം കട്ടാവും. ഗൈസ് ഞാനപ്പോൾ പറഞ്ഞോട്ട് ഫസ്റ്റ് ഇൻട്രോ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്കൊരു അബദ്ധമൊക്കെ പറ്റിയെന്ന്. ഇങ്ങോട്ട് ഒരാളെ വിശ്വസിച്ചാണ് അവിടുന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആൾ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്. അത് കാരണം ശമ്പളം പെൻഡിങ്, കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. എങ്ങനെയും നാട്ടിൽ കയറി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട്, സൗദി വന്നിട്ട് എങ്ങനെയും നാട്ടിൽ കയറി വരാനുള്ള പ്ലാനിങ് ഒക്കെയാണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. ഒരിക്കലും ഒരു അബദ്ധത്തിൽ പോയി വീഴല്ലേ എന്നുള്ള രീതിയിലാണ്. അത് ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. തെളിവ് സഹിതം ഓരോന്നും ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. നമ്മളെ കൊണ്ടുവന്ന വേറെ ആളൊന്നുമല്ല, തോട്ടപ്പള്ളിയിൽ തന്നെ ഉള്ളതാണ്. ആളുടെ പേരും ഫോട്ടോ എല്ലാം ഞാൻ അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇതുവരെ റെഡിയാക്കി തന്നില്ല.
അത് റെഡിയാക്കി തരുവാണെങ്കിൽ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ട് വെക്കാം. കാരണം അവിടെ ഫുഡ് മേടിക്കാൻ വേണ്ടി പോയി, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഗൈസ്, നമുക്കിവിടെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ കടയിലൊന്നും ഇരുന്ന് കഴിക്കാനുള്ള ടൈം നമുക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൗസ് ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവർ എപ്പോഴും വിളിക്കാം. അത് തന്നെ അവരോട് പറഞ്ഞിട്ടാണ് വന്നത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ മൊത്തം മലയാളി ഈക്കമാര. ദോശയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ദോശ കിട്ടിയാണ്. ദോശ, ചമ്മന്തി. ഒരു ഓടി കിടക്കുന്നുണ്ടോ? ഓടി ബാക്കിൽ പാർക്കിങ്ങിൽ കണ്ടില്ല. അടുത്ത എങ്ങോട്ടാണ്? മീൻ മേടിക്കേ. ഗൈസ്, എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് വിടുക. എന്താ അതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളപ്പോൾ മീനൊക്കെ മേടിച്ച് ഇനി ഇവിടുന്ന് പോകും. വേറെ അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ കയറി മീനൊക്കെ മേടിച്ച് അതിൻ്റെ അകത്ത് ക്യാമറ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് വേണ്ടി പോവുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ എൻ്റെ പാലും വണ്ടി എനിക്ക് ഓർമ്മ വരുന്നു. ഇത്തിരി മിസ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് വീട്ടിൽ പോകണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇൻഷുറൻസുകാർ വന്ന് അപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി കഫീൽ വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഇനി അതെല്ലാം പോയി കയറ്റി വേണം. എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. ചേട്ടൻ കുറേയുണ്ട്. നമുക്ക് എന്തായാലും വണ്ടിയിലോട്ട് കയറാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ കൊണ്ട് ആ ഫ്ലാറ്റ് കണ്ടില്ലേ, അതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ വീട്. ഇനി അത്രയും ദൂരം പോയാൽ മതി. നമ്മൾ അടുത്തായിട്ടാണ് കടയിലൊക്കെ പോയത്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ചെന്നിട്ട് മറ്റേ ഇൻഷുറൻസുകാർ വന്നിട്ടുണ്ട്. അവർ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കൂടെ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വണ്ടി. ഇപ്പോൾ ഞാൻ വെളി ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പുറകിൽ വന്ന് വേറൊരു വണ്ടി കൊണ്ടിടിക്കുകയായിരുന്നു. അതിൻ്റെ പുറകെ കണ്ടില്ലേ, അങ്ങനെ സംഭവിച്ചതാണിത്. ഇപ്പോൾ എന്തായാലും ഇത് ഇൻഷുറൻസുകാർ ഇത് കൊണ്ടുപോയിട്ട് അതിപ്പോൾ തിരിച്ചു കൊണ്ടുവരും. കണ്ടില്ലേ, പുറകിലിടിച്ച് നിയന്ത്രണം തെറ്റാതെ ഫ്രണ്ടിൽ നിന്ന് വേറെ ഒരു മതിൽ പോലെ അതിനെ തിരിച്ച്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ അവിടെ അങ്ങോട്ട് അവരോടെ പോയേക്കാണ്. അതിപ്പം പോയിട്ട് വരും. അതിന് മുന്നേ നമ്മളിപ്പം നോക്കിയപ്പോഴത്തേക്കാണ് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നില്ലേ, ഗ്യാസ് തീർന്നു. ഇനി ഗ്യാസ് എടുക്കാൻ വേണ്ടി പോകണം. അത് കുറ്റിയായിട്ട് നമ്മൾ പോകണം, ഗ്യാസ് കുറ്റിയായിട്ട്. അന്നേരത്തേക്ക് വണ്ടി തിരിച്ചു വരും. പിന്നെ വണ്ടി നമുക്ക് ഇവിടെ കിടന്നിടത്ത് തന്നെ ഇറക്കിയിടണം. അപ്പം എന്തായാലും അങ്ങോട്ട് എന്ത് ചതിയാണ് ദൈവം രാവിലെ തന്നെ തന്നത്. മീനെല്ലാം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതേണ്ട ഗ്യാസും തീർന്ന്. ഇനി ഗ്യാസ് കൊണ്ടുപോയി മാറണം. ഇനി നമുക്ക് ചെയ്യേണ്ട വണ്ടിയിലാണ് പോകുന്നത്. ഇനി അവിടെ പോയി ഗ്യാസ് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് മീൻകറി വെക്കണം. അതായത് ഇനി അങ്ങോട്ട് പോകണം. എന്തായാലും നമ്മുടെ ഇറക്കം തോണ്ട കിടക്കുന്നു. അവനിനി റെസ്റ്റാണ്. മൊത്തം നല്ല വെയിലാണ്. കണ്ടില്ല, നോക്കിയേ, 45 ഡിഗ്രി ഉണ്ട് ഇപ്പം തന്നെ. സമയം ഇപ്പം 10 മണിയായതേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമുക്ക് വേണ്ട വേറൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ചേട്ടൻ നാട്ടിൽ പോവാണ്. അപ്പോഴത്തേക്ക് കുറച്ച് മുട്ടായിയൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ മൊത്തം മറ്റേ മുട്ടായി സെക്ഷനാണ് കൂടുതലും. എന്തായാലും ചേട്ടൻ മേടിക്കട്ടെ, നമുക്കിതൊക്കെ ഒന്ന് കാണാം. ഒരു സൈഡ് മൊത്തം മുട്ടായി, കോലുമുട്ടായി എല്ലാം ഉണ്ട്.
എന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് വേണം പോയി ഗ്യാസ് എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ പോകണം. നമ്മുടെ മറ്റേ വണ്ടി ഇപ്പോൾ വരും തിരിച്ച്. കൊണ്ടുപോയ വണ്ടി തിരിച്ചിറക്കുകയാണ്. ഗൈസ്, അപ്പോൾ വണ്ടി ജാമായിരിക്കുകയാണ്, പുറകിലോട്ട് വരുന്നില്ല. അതിന് എങ്ങനെ ഇറക്കുമെന്നൊരു പിടുത്തവും ഇല്ല. പിന്നെ അവരത് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതെന്ത് ചെയ്യുമെന്ന്. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇതെങ്ങനെ താഴെ ഇറക്കുമെന്ന്. ലാസ്റ്റ് തീരുമാനമെടുത്ത് നമ്മളെ ടിപ്പർ മണ്ണിറക്കുന്നുണ്ട്, പുറകുകൊണ്ട് ബ്രേക്ക് പിടിച്ച്. എൻ്റെ പൊന്നെ അപ്പുറം ആ സൈഡ് എന്തോ ആയി കാണുമെന്നാണ്. ഇപ്പോൾ ഫ്രണ്ട് ആ സൈഡ് കണ്ടോ? ദൈവമേ, കുറച്ചുകൂടെ മാറിയിരുന്നെങ്കിൽ പിന്നെ ഇറക്കാൻ ബുദ്ധിമുട്ട് വന്നേനെ. ഇനി എന്ത് ചെയ്യും? വേണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നോക്കാം എന്ത് കാണിക്കുന്നു. ഓ, ഇത് നമ്മുടെ നാട്ടിൽ ടിപ്പർ മണ്ണിറക്കി കഴിഞ്ഞ് പുറകിലോട്ട് പിന്നെ ഇത് അടിക്കത്തില്ലേ, അതേപോലെ അപ്പുറത്തൊരു വണ്ടി കിടപ്പുണ്ട്, അതേ തട്ടായിരുന്നാൽ മതി. കുഴപ്പമില്ല, ഇറങ്ങി. ഓ, പൊളി. എല്ലാവർക്കും സന്തോഷമായി, താഴെ ഇറക്കിയല്ലേ. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം അവിടെ വന്നത് ഇൻഷുറൻസിൻ്റെ ഇത് കഴിഞ്ഞ് അവിടെ കൊണ്ട് ഒതുക്കി. ഇപ്പോൾ ഞാൻ ഇവിടെ മേഡത്തിൻ്റെ പയ്യനെ കൊണ്ട് ഇവിടെ സ്കൂളിലോട്ട് വന്നതാണ്. ആ ഒരു ഫുട്ബോളിൻ്റെ പ്രാക്ടീസ്. ഇനി അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ സ്കൂളിൻ്റെ അവിടെ നിൽക്കണം. ഈന്തപ്പഴം ആദ്യമായിട്ടാണ്. ഇതാണ് സ്കൂള്. എന്തായാലും ഇതാണ് സ്കൂള്. നമ്മുടെ ചെറുക്കൻ കിടക്കുന്നു, ഇവിടെ കിടപ്പുണ്ട്. ഇനി നമുക്കിവിടെ 2 മണിക്കൂർ റെസ്റ്റാണ്. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഇനി എന്തായാലും വീഡിയോ എല്ലാം ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.